ജനാധിപത്യത്തിൽ വോട്ടവകാശം എന്നത് പൗരന്റെ അടിസ്ഥാന അവകാശവും ധാർമ്മിക ഉത്തരവാദിത്വവുമാണ്. വൈദേശികാധിനിവേശ കാലത്തും അതിനു മുൻപ് അധികാരം ജന്മായത്തം എന്ന പേരിൽ സിംഹാസനത്തിലിരുന്ന ചക്രവർത്തിമാരോടും സുൽത്താൻമാരോടും പടപൊരുതിയാണ് ഇന്ത്യക്കാരായ നമ്മൾ ജനാധിപത്യം സംസ്ഥാപിച്ചെടുത്തത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ചില പ്രവിശ്യകളിൽ പരിമിത ജനാധിപത്യവും വോട്ടവകാശവും പിടിച്ചുവാങ്ങിയെങ്കിലും അത് വാച്യാർത്ഥത്തിൽ തന്നെ പരിമിതമായിരുന്നു. 1947 രാജ്യം സ്വതന്ത്രമാവുകയും തദ്ദേശീയ ഭരണത്തിന് അരങ്ങൊരുങ്ങുകയും ചെയ്തപ്പോഴാണ് വോട്ടവകാശം പൗരാവകാശമായി മാറുന്നത്. ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ സമരങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിച്ചെങ്കിലും സ്ത്രീകളുടെ വോട്ടവകാശത്തിനുള്ള പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കില്ലെന്ന് പ്രസ്താവിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ ലേഖനം പ്രസിദ്ധീകരിച്ചതും ചരിത്രമാണ്. 1946 രൂപീകൃതമായ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയപ്പോഴാണ് സാർവത്രിക വോട്ടവകാശവും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശവും 21 വയസ്സ് പൂർത്തിയായ പൗരർക്കെല്ലാം വോട്ടവകാശവും ഉറപ്പാക്കിയത്. 1951 ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ തന്നെ തീരുമാനം നടപ്പിലായി. 1989 മാർച്ച് 28 വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 വയസ്സാക്കി കുറച്ചത്. നിർഭയമായും സ്വതന്ത്രമായും വോട്ട് രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഭരണഘടനയും അനുബന്ധ നിയമവും പൗരന്മാർക്ക് നൽകുന്നു. അതോടൊപ്പം തന്നെ വോട്ടിനായി സമ്മാനങ്ങളോ കൈക്കൂലിയോ മറ്റ് പ്രലോഭനങ്ങളോ ഭീഷണികളോ പാടില്ലെന്ന സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കർശനമായ നിയമവിലക്കുമുണ്ട്. കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി രാജ്യത്ത് ജനാധിപത്യം കമ്പോളവൽക്കരിക്കപ്പെടുന്നതായാണ് അനുഭവം. വോട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രവണത പരോക്ഷമായ രീതിയിൽ തിരഞ്ഞെടുപ്പുകളെ വിപണിയായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും പാർട്ടികളും മുന്നണികളാണെങ്കിൽ അവരും വിജയിച്ചാൽ നടപ്പാക്കുന്ന പദ്ധതികൾ എന്തൊക്കെയെന്ന് വോട്ടർമാരെ അറിയിക്കാൻ മാനിഫെസ്റ്റോകൾ പുറത്തിറക്കാറുണ്ട്. റോഡ്, പാലം, വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, വീട് തുടങ്ങി തങ്ങളുടെ ഭരണം എങ്ങനെയായിരിക്കുമെന്ന് വോട്ടർമാരോട് പറയാനുള്ള അവകാശം മത്സരിക്കുന്നവർക്കുണ്ട്. ആ നയപരിപാടികൾ വിലയിരുത്തി തന്നെയാണ് നമ്മെ ഭരിക്കേണ്ടവരെ തിരഞ്ഞെടുക്കേണ്ടത്. ഉദാഹരണത്തിന് സംസ്ഥാനത്തെ ഇടതുമുന്നണി സർക്കാർ നവകേരള സൃഷ്ടിക്കുള്ള 50 ദിന പരിപാടി ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് തുടർഭരണം നേടിയത്. എന്നാൽ ഈ അടുത്ത കാലത്ത് നടന്ന തിരഞ്ഞെടുപ്പുകളിലും നിലവിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന വാഗ്ദാനങ്ങൾ ചില പ്രത്യേക വിഭാഗങ്ങളുടെ വോട്ട് ലക്ഷ്യമിട്ടുള്ള പ്രലോഭനങ്ങളാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെയാണ് അവർ മോഹവലയത്തിൽ കുരുക്കാൻ ശ്രമിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഉജ്ജ്വൽ യോജനയിൽ തുടങ്ങിയ ഈ കൈക്കൂലി വാഗ്ദാനം, സൗജന്യ യാത്ര, സാമ്പത്തിക സഹായം തുടങ്ങി പൂർണ്ണമായ രീതിയിൽ വോട്ടിന് പണം വാഗ്ദാനം ചെയ്യുന്ന രീതിയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും BJPയും കോൺഗ്രസും പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ വിലയിരുത്തിയാൽ പ്രലോഭനങ്ങളിലെ കേമത്തത്തിലാണ് മത്സരമെന്ന് ബോധ്യമാകും. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും സമൂഹത്തിലെ പ്രത്യേക വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികൾ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. വനിതകൾക്ക് പ്രതിമാസം 2500 രൂപ, ഗർഭിണികൾക്ക് ഒറ്റത്തവണ 21,000 രൂപയും 6 പോഷകാഹാര കിറ്റുകളും, ആദ്യ കുട്ടിക്ക് 5,000, രണ്ടാമത്തെ കുട്ടിക്ക് 6,000 രൂപ വീതം നൽകുമെന്ന് BJPയുടെ സങ്കല്പപത്ര പറയുന്നു. വീടുകളിൽ 300 യൂണിറ്റും ആരാധനാലയങ്ങൾക്ക് 500 യൂണിറ്റ് വരെയും സൗജന്യ വൈദ്യുതിയും BJP വാഗ്ദാനം ചെയ്യുന്നു. 500 രൂപയ്ക്ക് LPG സിലിണ്ടറുകൾ, സൗജന്യ റേഷൻ കിറ്റുകൾ, എല്ലാ വീടുകൾക്കും 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി എന്നിവയാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം. സ്ത്രീകൾക്ക് പ്രതിമാസം 2,500 രൂപ നൽകുന്ന പ്യാരി ദീദി യോജനയും നേരത്തെ അവർ പ്രഖ്യാപിച്ചിരുന്നു. സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന സൗജന്യ ബസ് യാത്രാ പദ്ധതിയിൽ പുരുഷ വിദ്യാർത്ഥികളെയും മുതിർന്ന പൗരന്മാരെയും ഉൾപ്പെടുത്തുമെന്ന് BJP പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് യാത്രയും മെട്രോ നിരക്കിൽ 50% ഇളവും AAP വാഗ്ദാനം ചെയ്യുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ റെവഡി എന്ന് ആക്ഷേപിച്ച നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ് തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് വനിതകൾക്ക് ഇത്രയും പണം സൗജന്യമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വോട്ട് വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും മനസ്സിൽ ഒരിക്കലും പശ്ചാത്താപം തോന്നണമെന്നില്ല. കാരണം തങ്ങൾ അഴിമതിക്കാരാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. ഇത് പച്ചയായ വോട്ട് കച്ചവടമാണ്. പണം നൽകിയുള്ള വാങ്ങലും പണത്തിനായുള്ള വിൽക്കലും. ജനാധിപത്യത്തെയാണിവർ വിൽക്കുന്നത്. പൗരന്റെയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും പൊതു പുരോഗതിയായിരിക്കണം രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുന്നോട്ട് വയ്ക്കേണ്ട മാനിഫെസ്റ്റോ. അതനുസരിച്ചാവണം ജനഹിതം നിർണയിക്കേണ്ടത്.